ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു എം ജിസ് നോളജ് ഹബ്. ഞാൻ എം ജെ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ +1 ഫിസിക്സിലെ ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഏറ്റവും ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. ഇത് നമ്മുടെ ഫൈനൽ എക്സാമിന് ഷുവറായിട്ട് ചോദിച്ചിരിക്കും. ഇതെൻ്റെ ഉറപ്പാണ്. ഷുവറായിട്ട് ചോദിക്കും എന്ന് പറഞ്ഞാൽ ഷുവറായിട്ട് ചോദിച്ചിരിക്കും. അപ്പം മറ്റൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റിയുടെ ഡെറിവേഷൻ തന്നെയാണ്. ഞാൻ രണ്ടും ഒറ്റ വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മുടെ സ്വന്തം എസ്കേപ്പ് വെലോസിറ്റി തന്നെയാണ്. ഒന്നും പഠിച്ചില്ലെങ്കിൽ ആ പാടുന്നില്ല, അതെങ്കിലും പഠിച്ചു പോവുക. സോ ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സോ മറക്കരുത്. സോ നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ അപ്പോൾ നമ്മൾ നോക്കുമ്പം എന്താണ് എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് എസ്കേപ്പ് വെലോസിറ്റിയുടെ കൺസെപ്റ്റ് നമുക്കറിയാം. എന്താണ് എസ്കേപ്പ് വെലോസിറ്റി? ഇറ്റ് ഈസ് ദ മിനിമം വെലോസിറ്റി റിക്വയർഡ് ടു എസ്കേപ്പ് ഫ്രം ദി ഗ്രാവിറ്റേഷണൽ ഫീൽഡ് ഓഫ് എർത്ത്. അതായത് നമ്മുടെ ഗ്രാവിറ്റിയുടെ ഫീൽഡ് ഓഫ് എർത്ത്, അതായത് ഗ്രാവിറ്റിയുടെ ഫീൽഡിൽ നിന്ന്. എന്താണ് ഗ്രാവിറ്റിയുടെ ഫീൽഡ് എന്ന് പറഞ്ഞാൽ? ഭൂമിയുടെ അട്രാക്ഷൻ അനുഭവപ്പെടുന്ന സ്ഥലം, മാക്സിമം സ്ഥലത്തെയാണ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുന്നത്. ഭൂമിയുടെ അട്രാക്ഷൻ അനുഭവപ്പെടുന്ന മാക്സിമം സ്ഥലത്തെയാണ് എന്തെന്ന് പറയുക, ഗ്രാവിറ്റേഷണൽ ഫീൽഡ് എന്ന് പറയുക. അപ്പോൾ ഈ മാക്സിമം അട്രാക്ഷനിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ വേണ്ടി, അതായത് ഭൂമിയുടെ അധീനതയിൽ നിന്നും രക്ഷപ്പെട്ടു പോകാൻ വേണ്ട മിനിമം വെലോസിറ്റിയാണ് എന്തെന്ന് പറയാ, എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറയാ. അപ്പൊ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, ഒരു വസ്തുവിന് എസ്കേപ്പ് ആയി പോകണമെങ്കിൽ ആ വസ്തുവിന് കൈനറ്റിക് എനർജി ഉണ്ടാവുമല്ലോ, ഷുവർ ആയിട്ടും. അപ്പോൾ ഒബ്ജക്റ്റിന്റെ, ആ ബോഡിയുടെ, ആ ഒരു ഒബ്ജക്റ്റിന്റെ കൈനറ്റിക് എനർജി എന്തിനേക്കാളും കൂടണം? ഭൂമി പിടിച്ചു വലിക്കുന്ന അട്രാക്ഷനേക്കാളും കൂടണ്ടേ? ശരിയാണോ അല്ലേ? എന്നാലല്ലേ അട്രാക്ഷനെ ബന്ധിച്ച് ആ കൈനറ്റിക് എനർജി, ആ വെലോസിറ്റിയിലൂടെ പോകാൻ പറ്റുള്ളൂ. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ വെലോസിറ്റി. ആ വെലോസിറ്റിയിലൂടെ സിമ്പിളായിട്ട് വെലോസിറ്റി കൂട്ടിയാൽ എന്ത് ചെയ്യും? ഭൂമിയുടെ അട്രാക്ഷനെ നമുക്ക് മറികടക്കാൻ പറ്റും. അപ്പോൾ എന്ത് ചെയ്യണം? കൈനറ്റിക് എനർജി കൂട്ടി കഴിഞ്ഞാൽ ഭൂമിയുടെ അട്രാക്ഷനെ മറികടക്കാൻ പറ്റും. ഭൂമിയുടെ അട്രാക്ഷൻ എന്നിവിടെ ഉദ്ദേശിച്ചത് ആരെയാണ്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. ശരിയാണല്ലേ? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജിയാണ് എന്ത്? ഭൂമിയുടെ അട്രാക്ഷന്റെ ഒരു എനർജി എന്ന് പറയുന്നത്. ഭൂമിയുടെ അട്രാക്ഷന്റെ മാക്സിമം എനർജിയാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി. എന്താണ് ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി? ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ടു ബ്രിങ് യൂണിറ്റ് മാസ് ഫ്രം ഇൻഫിനിറ്റി ടു പോയിന്റ് ഓഫ് എർത്ത്. അതായത് ഒരു മാസിനെ ഇൻഫിനിറ്റിയിൽ നിന്ന് ഭൂമിന്റെ ഒരു അധീനതയിലേക്ക് കൊണ്ടുവരാൻ വേണ്ട വർക്കിനെയാണെന്ന് പറയും ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയാം. അപ്പൊ ആ വർക്കിനേക്കാളും നമ്മൾ എന്ത് കൂടണം? ആ ചെയ്യുന്ന വർക്കിനേക്കാളും നമ്മുടെ ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ നമ്മുടെ വസ്തുവിന്റെ എന്ത് കൂടണടാ? കൈനറ്റിക് എനർജി അല്ലെങ്കിൽ വെലോസിറ്റി കൂടണം. എന്നാൽ മാത്രമേ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് എഴുതാം, ഫോർ എസ്കേപ്പ് അല്ലെങ്കിൽ ടു എസ്കേപ്പ് എന്താണ്? കൈനറ്റിക് എനർജി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഗ്രാവിറ്റേഷണൽ, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സിംപ്ലി വർക്ക് എന്നൊക്കെ എഴുതാം. അപ്പൊ നമുക്കറിയാം എന്താണ്. ഞാനപ്പോൾ എന്ത് ചെയ്യും? ഗ്രേറ്റർ ദാൻ ഒഴിവാക്കിയിട്ട് ഈക്വൽ ഇട്ടാലും കുഴപ്പമില്ലല്ലോ. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ഈക്വൽ ആയാലും എന്ത് ചെയ്യാം? അതായത് ഇങ്ങോട്ട് തിരിച്ചു വരാതെ അവിടെ തന്നെ നിൽക്കാം. ഈക്വൽ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? ഭൂമിയിലേക്ക് തിരിച്ചു വരാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കാം. ഗ്രേറ്റർ ദാൻ ആയിക്കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് രക്ഷപ്പെടാം. അത്രേ ഉള്ളൂ. അപ്പൊ ഈക്വൽ ആയാലും കുഴപ്പമൊന്നുമില്ല. അപ്പൊ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ എന്താണ്? അപ്പൊ ഞാൻ ഇവിടെ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? സോ ദർഫോർ കൈനറ്റിക് എനർജി നമുക്ക് എന്ത് ചെയ്യാം? പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഗ്രാവിറ്റേഷനോട് ഈക്വൽ ആക്കി എടുക്കാം. എന്താണ് പൊട്ടൻഷ്യൽ എനർജി എടുത്തെന്ന് മനസ്സിലായില്ല. അതായത് സിംപ്ലി വർക്കാണ് പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി നമുക്കെതിരെ ചെയ്യുന്ന വർക്ക്, അതായത് ഭൂമി നമ്മൾ അട്രാക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന വർക്കാണ്. ഭൂമി നമ്മൾ അട്രാക്ട് ചെയ്യുന്ന വർക്കാണ് എന്ത്? ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ എന്ത് ചെയ്യണം? അപ്പൊ ഹാഫ് mv² ആണ് കൈനറ്റിക് എനർജി, ഹാഫ് mve² ആണ്. എന്താ ve²? ഇതാണ് നമുക്ക് വേണ്ട വെലോസിറ്റി. നമ്മുടെ ആളുടെ വെലോസിറ്റി ആണ് എന്ത്? ve, എസ്കേപ്പ് വെലോസിറ്റി ഫോർ എസ്കേപ്പ് വെലോസിറ്റി ആണ് ve². സമം എന്താണ് പൊട്ടൻഷ്യൽ എനർജി ഗ്രാവിറ്റേഷൻ? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, വർക്ക് ഈസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഗ്രാവിറ്റേഷണൽ ഈസ് ഈക്വൽ ടു എന്താണ്? -gmm/r എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്താ പഠിച്ചിട്ടുണ്ടാവുക? -gmm/r എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടെ എന്തിനാ മൈനസ്? എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാ മൈനസ് എന്ന്? മൈനസ് ഇത്രയും നിങ്ങളോട് പറയുന്നുള്ളൂ. അത് അവിടെ നടക്കുന്നത് അട്രാക്ഷൻ ആണ്. അതായത് നിങ്ങൾ ആ വസ്തുവിനെ ഭൂമി ആ വസ്തുവിനെ അട്രാക്ട് ചെയ്യാന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് മൈനസ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഭൂമി ആ വസ്തുവിനെ അട്രാക്ട് ചെയ്യുന്നില്ലെങ്കിലോ, ഭൂമിയുടെ നിന്ന് രക്ഷപ്പെട്ടു പോകുമ്പോൾ ഭൂമി അട്രാക്ട് ചെയ്യോ? ഇല്ല. ഭൂമിയുടെ അട്രാക്ഷൻ നമ്മൾ മറികടന്നു എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് ചെയ്യും? ഈ മൈനസ് അങ്ങ് ഒഴിവാക്കും. അപ്പൊ ബാക്കി ആരുണ്ടാവും? gmm/r ഉണ്ടാവും. gmm/r. ഇനി ആരൊക്കെ കട്ടായി പോകും? gmm, സ്മോൾ കട്ടായി പോയി. അപ്പൊ ആരുണ്ടാവും? ve² ഇസ് ഈക്വൽ ടു, ഈ 2 മേലേക്ക് പോകുമ്പോ 2gm/r എന്നായി. അങ്ങനെയാണെങ്കിൽ ve എന്താവും? ve എന്തായി? അപ്പൊ എന്താണ് ve എന്തായി മക്കളെ? √2gm/r എന്ന് എഴുതിക്കൂടെ? അപ്പൊ ഞാൻ ഇത് മായ്ക്കാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് അട്രാക്ഷൻ ആണ്, അട്രാക്ഷൻ കാണിക്കുമ്പോൾ നെഗറ്റീവ്. എന്താണ്? മറ്റേത് റിപ്പൾഷൻ ആണ്, റിപ്പൾഷൻ കാണിക്കുമ്പോൾ പോസിറ്റീവ്. രണ്ട് മാറിപ്പോകരുത് കേട്ടോ, മറക്കരുതേ. അപ്പോൾ √2gm/r ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്.
അപ്പൊ എന്താണ് ഇനി അറ്റ് സർഫസിൽ എന്താ സംഭവിക്കുക? ഇതിപ്പോ ഭൂമി ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കുമ്പോഴാണ്. അപ്പൊ ഒബ്ജക്റ്റ് ഏകദേശം ഇവിടെ ആണെങ്കിലും നിൽക്കുന്നത്. അപ്പൊ ഈ ആർ എന്തായിട്ട് മാറും? ഈ റേഡിയസ് ആയിട്ട് മാറും, ഭൂമിയുടെ റേഡിയസ് ആയിട്ട് മാറും. അത്ര മാറ്റുള്ളൂ. V = √2gm/r. ഈ ഇക്വേഷൻ എന്താണ്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആർ എങ്ങനെ മാറും മനസ്സിലായില്ലേ? സർഫസിലാവുമ്പോ എവിടെ നിൽക്കുക? ഒബ്ജക്റ്റ് ഇവിടെ നിൽക്കുക. അപ്പൊ എന്താ ഡിസ്റ്റൻസ്? 6 മാത്രമേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കുമ്പോൾ എന്താണ്, ഞാൻ ഇവിടെ ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. മാർക്കറ്റ് എന്താ ചെയ്യുന്നതെന്ന് ഞാൻ എന്ത് ചെയ്യാണ്? ഇതിനൊരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. 2gm/r. ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഒരു 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ ആണോ? ഒരു 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഒരു 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എന്താ ഇവിടെ? V = √2gmr/r². ആറിനെ കാണുമ്പോൾ ഇതിന് കട്ട് ചെയ്യാൻ തോന്നരുത്. നമുക്കൊരു ഇക്വേഷൻ അറിയാം. എന്താണ്? G = gm/r². അപ്പൊ നോക്കി ഇവിടെ gm/r² നിൽക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാം? V = gm/r² പകരം gr എന്നിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇക്വേഷൻ. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പമാണ്. ഇതിന് നമ്മൾ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോൾ V എത്ര കിട്ടും? അത് ഇടക്കിടക്ക് ചോദിക്കാറുണ്ട്. 11.2 km/s ആണ്. അതായത് 11 km ഒരു സെക്കൻഡിൽ സഞ്ചരിച്ചാൽ മാത്രമേ ഭൂമിയുടെ അധീനതയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റൂ എന്നാണ് പറയുന്നത്. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ. സോ എന്ത് ചെയ്യുക? വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ. നമുക്ക് നേരെ ഓർബിറ്റൽ വെലോസിറ്റിയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ അടുത്ത ടോപ്പിക്കാണ് ഓർബിറ്റൽ വെലോസിറ്റി. എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി? നമ്മുടെ ഭൂമിക്ക് ചുറ്റും അല്ലെങ്കിൽ മറ്റേത് പ്ലാനറ്റ് ചുറ്റും എന്താണ് വെലോസിറ്റി ഓഫ് എ സാറ്റലൈറ്റ് റിവോൾവിംഗ് അറൗണ്ട് പ്ലാനറ്റ് ത്രൂ സർക്കുലർ ഓർബിറ്റ്. അതായത് ഒരു പ്ലാനറ്റിന്റെ ചുറ്റും എന്ത് റിവോൾവ് ചെയ്യുന്ന ചുറ്റുന്ന സാറ്റലൈറ്റിന്റെ വെലോസിറ്റിയാണ്. ആ ചുറ്റാനെടുക്കുന്ന വെലോസിറ്റിയാണ്. ഇത് കറങ്ങണ്ടേ? അപ്പൊ കറങ്ങാനുള്ള വെലോസിറ്റിയാണ്. എന്താടാ? രക്ഷപ്പെടാനുള്ള വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റി ആണെങ്കിൽ കറങ്ങാനുള്ള വെലോസിറ്റി ആണ് എന്ത്? ഓർബിറ്റൽ വെലോസിറ്റി. ആർക്ക് ചുറ്റും? പ്ലാനറ്റ് ചുറ്റും. എങ്ങനെ? സർക്കുലർ ഓർബിറ്റിൽ കറങ്ങാൻ വേണ്ടിയിട്ടുള്ള വെലോസിറ്റി ആണ് എന്ത്? ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നോക്കുക, നമ്മുടെ പ്ലാനറ്റ് ഭൂമിയാണ്. ഏതെങ്കിലും ഒരു സാറ്റലൈറ്റ് സ്മോൾ m മാസിലത് അതൊരു സർക്കുലർ ഓർബിറ്റിലൂടെ കറങ്ങുകയാണ്. അവർ നമ്മൾ ഡിസ്റ്റൻസ് ആറാക്കി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടല്ലോ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് അങ്ങോട്ട് പോയിക്കൂടാ? എന്തുകൊണ്ട് കറക്റ്റ് സാറ്റലൈറ്റ് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു? ഒരേ പാത്തിലൂടെ സ്ഥിരം കറങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് ഭൂമിയുടെ ഫീൽഡ് വിട്ട് പോയിക്കൂടാ? അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റി കാരണമാണ്, അത് ഉണ്ടാവില്ല എന്നൊക്കെ പറയാം. പക്ഷെ എന്തുകൊണ്ട് ഒരേ ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു? അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഭൂമി അതിനെ പിടിച്ചു വലിക്കും. ഭൂമി അതിന്റെ സെൻറ്ററിലേക്ക് വലിക്കുന്നതാണ് ഒരു മെയിൻ കാരണം. അതായത് അതിന് കറങ്ങാൻ വേണ്ട ഫോഴ്സിന് എന്താ പറയുക? സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്നാണ്. കറങ്ങാൻ വേണ്ട ഫോഴ്സ് ആണ് എന്ത്? സെൻട്രിപെറ്റൽ ഫോഴ്സ്. കറങ്ങാൻ വേണ്ട ആക്സിലറേഷൻ ആണ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. ആ ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഫോഴ്സ് ആണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. അപ്പൊ കറങ്ങാനൊരു ഫോഴ്സ് വേണ്ടേ? ഈ കറങ്ങാൻ വേണ്ട ഫോഴ്സ് ആരാ നൽകുക? ഭൂമിയുടെ ഗ്രാവിറ്റിയാണ് നൽകുക. ഭൂമിക്ക് ഗ്രാവിറ്റി ഉള്ളതുകൊണ്ട് ഗ്രാവിറ്റി പിടിച്ചു വലിക്കും. അത് അപ്പുറത്തേക്ക് പോകാൻ നോക്കുമ്പോൾ ഭൂമിയുടെ ഗ്രാവിറ്റി പിടിച്ചു വലിക്കും. എന്നിട്ട് നീ ഇവിടെ തന്നെ കറങ്ങിയാൽ മതി എന്ന് പറയും. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ സെൻട്രിപെറ്റൽ ഫോഴ്സ് ആരാ നൽകുന്നത്? അതായത് ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് ആര് നൽകുന്നത്? ഇവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ് എന്ത് നൽകുന്നതാടാ? സെൻട്രിപെറ്റൽ ഫോഴ്സ് നൽകുന്നത്. ഗ്രാവിറ്റി ആണ് എന്ത് നൽകുന്നത്? സെൻട്രിപെറ്റൽ ഫോഴ്സ് നൽകുന്നത്. ആ ഒരു പോയിന്റ് ആണ് ഇവിടെ ഇമ്പോർട്ടന്റ്. എന്താണ്? ഗ്രാവിറ്റി ആണ് കറങ്ങാൻ വേണ്ട ഒരു ഫോഴ്സ് നൽകുന്നത്. അല്ലെങ്കിൽ അത് വിട്ടുപോയിക്കൂടെ? ആ വിട്ടുപോകാതെ പിടിച്ചു നിർത്തുന്നത് എന്താണ്? നമ്മുടെ ഗ്രാവിറ്റിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഗ്രാവിറ്റിയാണ് സെൻട്രിപെറ്റൽ ഫോഴ്സ്, കറങ്ങാൻ വേണ്ട ഫോഴ്സ് നൽകുന്നത്. പിടിച്ചു വെക്കുന്നോണ്ടാട്ടോ, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പൊ എന്തായി? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്താടാ? Gm1 m2. ഇവിടെ m1 ഞാൻ ഭൂമിയുടെ മാസാക്കി എടുത്തു. m2 എന്ന് പറഞ്ഞത് ഒബ്ജക്റ്റിന്റെ മാസായി /r². സെൻട്രിപെറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ പഠിച്ചിരിക്കണം. mv²/r ആണ്. അപ്പൊ ഇവിടെയുള്ള ഈ ഒരു സെൻട്രിപെറ്റൽ ഫോഴ്സിലെ വെലോസിറ്റി ആണ് എന്ത്? ഈ വെലോസിറ്റി ആണെന്ന് നമ്മുടെ ഓർബിറ്റൽ വെലോസിറ്റി, കറങ്ങാൻ വേണ്ട വെലോസിറ്റി. അതുകൊണ്ട് ഞാൻ O എന്ന് കൊടുത്തു. അപ്പൊ ഈ സ്മോൾ എമ്മും കട്ട്, r² ആറും ഒരു ആറും കട്ട്, ബാക്കി ആരുള്ളത്? gm/r = v ഓർബിറ്റലിന്റെ സ്ക്വയർ. അപ്പൊ v ഓർബിറ്റൽ എന്താണ്? √gm/r എന്നുള്ളതായി. അറ്റ് സർഫസ് ഏകദേശം ഭൂമിയുടെ സർഫസിലൊക്കെ കിടന്നിട്ടാവും. ഇതായത് ഭൂമിയോട് ഒട്ടിന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ല, ഏകദേശ സർഫസിൽ എന്താണ്? ഒരു ആകാശത്ത് എന്ന് പറയാൻ പറ്റില്ല. അതായത് ഭൂമിയുടെ ഏകദേശ സർഫസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് കുറച്ചൊക്കെ ഒരകലെ, ഏകദേശം ഒരു മിനിമം അകലെ എന്നൊക്കെ പറയാം നമുക്ക്. എനിക്ക് കറക്റ്റ് അറിയില്ല എവിടെയാണെന്ന്. അപ്പൊ എന്താണ്? വി ഓർബിറ്റിൽ എന്തായി? അപ്പം സർഫസിലാവുമ്പോ, ഭൂമിയുടെ സർഫസിലാവുമ്പോ ആറ് മാറി ആരാവൂടാ? ഇതേ ഭൂമിയിൽ ഇവിടെയാണ് കറങ്ങുന്നതെങ്കിലോ ആറ് മാറിയിട്ട് ആരാവും? ക്യാപിറ്റൽ R ആവും. √gm/r. ഓക്കെ, അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം കിട്ടുക വി ഓർബിറ്റൽ എന്ന് പറയുന്നത് എന്താണ്?
7.9 km/s സംതിങ് ആവും. ഒന്ന് ക്ലിയർ ചെയ്യാൻ ഉറപ്പാണോ നോക്കട്ടോ. അപ്പൊ ഇനി റിലേഷൻ ബിറ്റ്വീൻ ഇതും കൂടി പഠിച്ചേക്കുക. റിലേഷൻ ബിറ്റ്വീൻ എന്താണ് എസ്കേപ്പ് വെലോസിറ്റി ആൻഡ് ഓർബിറ്റൽ വെലോസിറ്റി. ഇതും ഇടക്കിടക്ക് എന്താണ് ചോദിക്കാറുണ്ട്. ഒരു 2 മാർക്ക് അല്ലെങ്കിൽ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാറുണ്ട്. ഇതും എന്താണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ എന്താടാ, നമുക്കറിയാം എസ്കേപ്പ് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഒന്ന് എഴുതിക്കുക. അപ്പൊ നിങ്ങൾ പറയും √2gr. ഞാൻ പറയും അതല്ല, √2gr അല്ല. എന്താണ് √2gr അല്ല. ഞാൻ ഒരു ഇക്വേഷൻ നിങ്ങൾക്ക് പെട്ടിയിലാക്കി തന്നിരുന്നു, √2gm/r എന്ന് പറഞ്ഞിട്ട്. അതിനെയാണ് നമ്മൾ r/r ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ മതി. ഇവിടെ നോക്കുക, gm/r ആരാണ്? gm/r ഓർബിറ്റൽ വെലോസിറ്റി. അപ്പൊ v ഓർബിറ്റൽ ഇസ് ഈക്വൽ ടു √2 ഇൻറ്റു v ഓർബിറ്റൽ. v എസ്കേപ്പ് ആരാടാ? √2 ഇൻറ്റു v ഓർബിറ്റൽ. ഇത് ഇടക്ക് ചോദിക്കാറുണ്ട്, ചിലപ്പോൾ ന്യൂമറിക്കലും ചോദിക്കാം. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്, പഠിച്ചു വെക്കുക. അപ്പോൾ ഈ 2 ഡെറിവേഷനും ക്ലിയർ ആയി കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നമുക്ക് എന്തായിട്ടുണ്ട് 100+ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ നിങ്ങളോട് എല്ലാവരോടും വളരെയധികം നന്ദി അറിയിക്കുന്നു. നല്ല സന്തോഷമുണ്ട്, കാരണം നമ്മൾ ഈ ഒരു പുതിയ കൺസെപ്റ്റ് വന്നപ്പോൾ, സ്റ്റഡി വിത്ത് എ സ്റ്റുഡൻറ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് വന്നപ്പം നിങ്ങളാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തത്. സോ വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു.